ഇതിലില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ചോദിക്കുക രണ്ട് ബുദ്ധി ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് കൊടുത്തത്, രണ്ട് ബുദ്ധി മനുഷ്യർക്ക് കൊടുത്തിട്ടില്ല. ഇന്നൊരു ഭൂചലനം വരാണെങ്കിൽ, ഒരു സുനാമി വരാണെങ്കിൽ ഫസ്റ്റ് ആർക്കാണ് അറിവ് കൊടുത്ത്? ജീവജന്തുക്കൾക്ക്. അതെന്തുകൊണ്ട് മനുഷ്യർക്ക്? ഇതൊക്കെ മനുഷ്യനൊക്കെ വേണ്ടി ആ ലോകത്ത് പഠിച്ചത്, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ട് പഠിച്ചിട്ടില്ല. അത് എറുമ്പായിക്കട്ടെ എന്തായി കിടക്കും, മനുഷ്യനക്ക് വേണ്ടിയിട്ടാണ് ലോകത്തെല്ലാം പഠിച്ചത്. മനുഷ്യനെ വെറുക്കപ്പെടാത്തതൊന്നും റബ്ബ് ദുനിയാവിലും പഠിച്ചിട്ടില്ല. ഇതാണ് സത്യം. വിശപ്പ് അറിയുന്നുണ്ട്, വിശപ്പിന്റെ വില അറിയില്ല, എല്ലാത്തവർക്ക് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിശപ്പ് എന്താണെന്ന് അറിയില്ല. നേരത്തെ പോലെ പോയാൽ തിന്നാൻ കിട്ടും. വിശപ്പിനെ പറ്റിയിട്ട് ഒരുപാട് പഠിക്കാനാണ്. പ്രകൃതിനെ എല്ലാവരും സ്നേഹിക്കുക. ഇനി പ്രകൃതി ഇനി വരുന്ന കാലഘട്ടത്തിലൊന്നും മനുഷ്യന്, ചെറിയ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കത്ത കാലഘട്ടമാണ് വരാൻ പോണത്. ഇപ്പം തന്നെ മഴ ഇതില്ല, ചൂട് സഹിക്കാൻ കഴിയില്ല. അപ്പൊ പ്രകൃതിനെ അത്രയും എല്ലാവരും എല്ലാ സ്ഥലത്തും വൃക്ഷങ്ങൾ, കുട്ടികളോട് നല്ലത് പറയുന്നത് വൃക്ഷങ്ങൾ പിടിപ്പിക്കാൻ പറയാം. പ്രകൃതിനെ എല്ലാവരും സ്നേഹിക്കാൻ. പ്രകൃതിനെ സ്നേഹിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് ദോഷങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. പഠിക്കാൻ ദോഷങ്ങളാണ് വരാൻ പോണത്. അതിപ്പോ പറഞ്ഞ അതിപ്പോ ഈ വയനാട് ജില്ലയിലൊന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇതുണ്ടല്ലോ, ഒരു ഉരുൾപൊട്ടിയില്ലേ, അതൊക്കെ എന്തുകൊണ്ട് വന്നെന്നറിയോ? ഒരുപാട് വൃക്ഷങ്ങൾ നശിപ്പിക്കുകയാണ്. പല വള്ളം പോകാനുള്ള വൈക്കുകളില്ല.